ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നൊരു ഒരു മറ്റേ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഈ കാലം ഇനി വെയിലാണ് വരുന്നത്, ഫുള്ള് വെയിലായിരിക്കും. പുറത്തിറങ്ങിയാൽ വെയിൽ, എപ്പോഴും വെയിൽ. പിന്നെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അതെന്തായാലും നമുക്ക് പുറത്തിറങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്ത് മറ്റേ എന്താ പറയുക, സ്കിന്നുമ്മ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ചുളിവ് വരും, പ്രായം തോന്നിക്കും. അതുപോലെ തന്നെ ക്യാൻസർ വരെ വരാൻ ചാൻസാണ്, സാധ്യതയുള്ള ഒരു വെയിലാണിപ്പോൾ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യം അങ്ങനെ ആയിരുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ആദ്യത്തെ പോലെയല്ല ഇപ്പോൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഡേഞ്ചർ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പൊള്ളലേൽക്കൽ, അതുപോലെ തന്നെ അത് അങ്ങനെ ഇപ്പോൾ അത്രയും ഡാർക്ക് സീനുകൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന പെട്ട പ്രശ്നം. അതായത് ഈ നമ്മൾ ഓസോൺ പാളിക്ക് വിള്ളലേറ്റു എന്നിങ്ങനെ പറയുന്നത് കേൾക്കാറില്ലേ? അത് വെറുതെ പറയല്ല, സത്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള വെയിൽ വളരെ ഡേഞ്ചറായിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് എന്താ നമ്മൾ പ്രതിഫലിക്കുന്നത്, നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ സ്കിന്നിനെ പ്രതിഫലിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്നവരോ, പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഒക്കെ നമ്മൾ വെയിൽ കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരികയും ഒക്കെ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്തായാലും ഇത് ഉപയോഗിച്ചേ പറ്റൂ. ഉപയോഗിക്കുന്നതാണ് എത്രയും ബെറ്റർ. അതായത് ആ സൺസ്ക്രീനാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. പക്ഷേ അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ആരൊക്കെയാണ് ഇത് തേക്കാൻ പാടില്ലാത്തത്, അതുപോലെ തന്നെ എത്ര പ്രായം വരെയുള്ള കുട്ടികൾക്ക് ഇത് തേക്കാം എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സൺസ്ക്രീന് നോക്കാം, ഏതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് നോക്കാം. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ. ഈ ഒരു സൺസ്ക്രീന് ഇതിൻ്റെ ഒരു സവിശേഷത, ഇത് അപ്പം തന്നെ പോയിട്ട് അങ്ങനെയല്ല, പോയി ഓക്കെ സൺസ്ക്രീനിൻ്റെ പേര് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോവുമല്ല. ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോ വൈറ്റ് കാസ്റ്റ്, അത് ഒരു പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീനാണിത്. വാട്ടർ ലൈറ്റ്, ഇത് സംഭവം വിത്ത് ബ്ലഡ് ഓറഞ്ച്. ഇത് നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബെനിഫിറ്റുകൾ, ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് 50+ PA ഉണ്ട് കേട്ടോ. അതായത് നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി സാധനം തന്നെയാണ്. 50 PA എന്നൊക്കെ പറഞ്ഞാൽ SPF ഉണ്ട്. അതായത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക ഓസോൺ ഇതുണ്ടല്ലോ, അൾട്രാ വയലറ്റ് രശ്മികൾ, അതിനെ പ്രതിരോധിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇത് ഒരു 15, ഇതിപ്പോൾ കണ്ടോ 50+ ആണ് PA. പക്ഷേ ഇതൊരു 15ൻ്റെ മുകളിലേക്കുള്ളത് മതി. പക്ഷേ 50+ എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും ബെറ്ററാണ്. അത് ക്യാൻസറിന് വരെ പ്രതിരോധിക്കാൻ കഴിയും. ഈ വെയിൽ കൊണ്ടിട്ടുള്ള ക്യാൻസറിന് വരെ പ്രതിരോധിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ വാട്ടർ ലൈറ്റ് ഫ്ലൂയിഡ് ടെക്സ്ചർ, പിന്നെ ഫീൽ നോൺ ക്രീസി, നോൺ സ്റ്റിക്കി, നോൺ വൈറ്റ് കാസ്റ്റ്, സീറോ പില്ലി, ആൾ സ്കിൻ ടൈപ്പ്, എല്ലാ സ്കിന്നിനും പറ്റും എന്നവർ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റംസ് വാട്ടർ റെസിസ്റ്റിന് 80 മിനിറ്റ് വരെ വെള്ളം കയറില്ല എന്നാണ്. അതായത് ഇത് തേച്ചിട്ട് വെള്ളം കയറി ആയാലും 80 മിനിറ്റ് വരെ ഉണ്ടാവുന്നു. വാട്ടർ ലൈറ്റ് ഫ്ലൂയിഡ് ടെക്സ്ചർ ബ്ലോക്ക്, ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. ബ്ലോക്ക് എവിടെ യുവ, പിന്നെ പിന്നെ UVA UVB ആൻഡ് ബ്ലൂ ലൈറ്റ്, ഡാർക്ക് സ്പോട്ട് ഫേഡ്, അതുപോലെ തന്നെ ഡോസ് നോട്ട് സ്റ്റിങ്. കണ്ണിലൊന്നും തേക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ തേക്കേണ്ട സ്ഥലങ്ങൾ എവിടേക്കെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഡ്രസ്സ് കാണാത്ത ഭാഗങ്ങളുണ്ടല്ലോ, ഡ്രസ്സ് കവർ ചെയ്യാത്ത ഭാഗങ്ങൾ, അതായത് മുഖം ഡ്രസ്സ് കവർ ചെയ്യില്ല, അതുപോലെ തന്നെ കഴുത്ത്, അതുപോലെ തന്നെ ചെവി,
പിന്നെ കൈയിൻ്റെ ഏത് ഭാഗം വരെയാണ് ഡ്രസ്സുള്ളത് അത് അവിടെ നിന്ന് അങ്ങോട്ട് അത് നമ്മൾ അവിടെ തേക്കണം. ഇത് പിന്നെ തേക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു 15 മിനിറ്റ് ഇപ്പോൾ നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് തന്നെ തേക്കണം. നമ്മുടെ ശരീരത്തിൽ തേക്കണം. തേക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് അമർത്തി തേച്ച് പിടിപ്പിക്കുന്ന ഒരു സംഭവമല്ല കേട്ടോ ഇത്. ഇത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഇത് ഒരു ഡോട്ട് ഒരു വിരലിൻ്റെ ഫസ്റ്റ് കാണുന്ന ഒരു ഫിംഗറിൻ്റെ ഫസ്റ്റ് കാണുന്ന ഒരു ഇതുണ്ടല്ലോ, ഫിംഗറിൻ്റെ ഒരു 3 ലെയറുകളാണല്ലോ, 3 പാർട്ടുകളാണല്ലോ നമ്മുടെ ചൂണ്ടാവിരലിനുള്ളത്. എല്ലാ വിരലിലും അങ്ങനെ തന്നെ. അതിൽ ചൂണ്ടാവിരലിൽ ഫസ്റ്റ് കാണുന്ന ഒരു ലെയർ ഉണ്ടല്ലോ, ആദ്യമേ ടോട്ടലി അങ്ങോട്ട് തേക്കുക ആദ്യം. എന്നിട്ട് അത് നമ്മുടെ ശരീരത്തിൽ ഒരു 4 ഡോട്ടുകളായിട്ട്, എവിടേക്കാണ് തേക്കേണ്ടത് അവിടെ ഒരു 4 ഡോട്ടുകളായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ സാവധാനം കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ തടവി അത് അത് ടോട്ടലായിട്ട് ഫില്ലാക്കി വെക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിത് കൊണ്ട് കയ്യിൽ കൊണ്ട് എടുത്തിട്ട് കൊണ്ട് 2 കയ്യിലും അമർത്തി വെച്ച് പിന്നെ തേച്ചും കൊണ്ട് പിടിപ്പിച്ച് അമർത്തി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റായിട്ട് സാവധാനം മെല്ലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഓക്കെ. പിന്നെ അപ്ലൈ യുവർ ഫേസ്, നെക്ക്, അതർ ബോഡി പാർട്സ്. അപ്ലൈ, അതായത് വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട അതെന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ചില കമ്പനികൾ പറയുന്നത് 8 മണിക്കൂർ ഒക്കെ ഇതുണ്ടാവുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മൾ 3 മണിക്കൂർ ഇടവിട്ടിട്ട് നമ്മൾ വീണ്ടും വെയിലത്ത് പോവുകയാണെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതൊന്നും കൂടി അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് അതൊന്നും കൂടി പ്രൊട്ടക്റ്റ് ആയി വരുന്നത്. അല്ലാതെ രാവിലെ തേച്ചതിനെ കൊണ്ട് വൈകുന്നേരം വരെ വെയിൽ കൊള്ളാം എന്നല്ല കേട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് 2-3 ഐറ്റംസ് ഉണ്ട് കേട്ടോ. സൺ പ്രൊട്ടക്റ്റ് ഉണ്ട്, മോയ്സ്ചർ ട്രീറ്റ് ഉണ്ട്, സജസ്റ്റ് റോട്ട് ഫോർ ഗ്ലോയിങ് സ്കിൻ. അതായത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഏത് പ്രായം വരെയുള്ളവർക്ക് തേക്കാം, ചെറിയ കുട്ടികൾക്ക് തേക്കാൻ പറ്റുമോ, അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഇതിൽ 2 ഐറ്റം സൺസ്ക്രീനാണ് വരുന്നുണ്ട്. ഈ ഒരു കമ്പനിയിലല്ല, ചില കമ്പനികളിൽ മറ്റേ എന്താ പറയുക കെമിക്കൽ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ നമ്മൾ കുട്ടികൾക്കൊന്നും നമ്മൾ കെമിക്കൽ ചേർത്തിട്ടുള്ളത് കൊടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. അതായത് 6 മാസം ജനിച്ചിട്ട് 6 മാസം വരെയുള്ള കുട്ടികൾക്ക് ഇത് തേക്കാൻ പാടില്ല. പിന്നെ 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തേക്കാം. പക്ഷേ അതിൽ നിന്നും പരമാവധി കെമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ഈ പ്രൊഡക്റ്റ് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇത് വളരെ അടിപൊളിയായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. കാര്യങ്ങൾ എല്ലാത്തിലും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വാട്ടർ ലൈറ്റ്, ഫ്ലൂയിഡ് ഗ്രേ, പോസ്റ്റ് ഗ്ലോ, പിന്നെ ആൾ സ്കിൻ ടൈപ്സ്. ഇത് പല ഐറ്റംസുകൾ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങാം. ഇന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് 18% ഡിസ്കൗണ്ട് ഉണ്ട്. എക്സ്ട്രാ ഓഫർ ഉണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതാണ് ഈ ഒരു സാധനം ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനമാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സൺസ്ക്രീനിൽ. ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഏത് ഐറ്റംസിനും പറ്റും, ഏത് ബോഡിക്കും പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരം കുറച്ച് സ്കിന്ന് കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നമ്മളത് ഇത് ഉപയോഗിക്കുക. അതേപോലെ തന്നെ സോഫ്റ്റായിട്ടാണെങ്കിൽ ക്രീം ഉപയോഗിക്കുക. പിന്നെ നോർമൽ ആയിട്ടുള്ളൊരു ഇതാണെങ്കിൽ ജെല്ല്, അതായത് മുഖക്കുരൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ മുഖക്കുരൊക്കെ വരുന്നവരാണെങ്കിൽ ജെല്ല് ഉപയോഗിക്കുക. അതാണ് കൂടുതൽ ബെറ്റർ. ഓക്കെ. അപ്പോൾ സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിച്ച് ഇതിന് എന്താ പറയുക, ഇതിനങ്ങനെ അലർജി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി അഥവാ അലർജി കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാവും ബെറ്റർ. കാരണം അവരുടെ സ്കിന്നിനത് പറ്റില്ല. അവർ കുടയോ എന്തെങ്കിലും പിടിച്ചിട്ട് നടക്കേണ്ടി വരും. പിന്നെ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സ് അവർ ഏത് സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
താങ്ക് യു.